ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് അല്ലെങ്കിൽ ചാപ്ഡ് ഡ്രൈ ഒക്കെ ആവുക. അപ്പോൾ പിഗ്മെൻറ്റേഷൻ വരാൻ പല കാരണമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ കാര്യം ഒഴിവാക്കാറില്ല അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടാനൊന്നും അടിക്കാതിരിക്കാനും മീൻസ് പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയും UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചുണ്ടിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം, SPF പ്രൊട്ടക്ഷൻ കൊടുക്കണം. UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചുണ്ടിന് പിഗ്മെൻറ്റേഷൻ വരാൻ ഒന്നാമത്തെ SPF ഇല്ലാത്ത നമ്മുടെ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലിപ് ബാം തീരെ യൂസ് ചെയ്യാത്തവർക്ക്, പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ലിപ്സ്റ്റിക്സിൻ്റെ ഉപയോഗം കൊണ്ടിട്ടും പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടണം, ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഫെയ്ഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങളിപ്പം ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ SPF ഒരു 30 എങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹോം റെമഡി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് തേനില്ലേ, നമ്മൾ ഈ ഒരു തേൻ ഓവർനൈറ്റ്, അല്ലെങ്കിൽ ഇനിയിപ്പം ഓവർനൈറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ല, അല്ലാതെ നമുക്ക് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു തേൻ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം ലീവ് ഇറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വിടുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് നമ്മുടെ ചുണ്ടിൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ SPF കണ്ടന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നൈറ്റ് ടൈമിൽ നമുക്ക് SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ നോർമൽ ലിപ് ബാം യൂസ് ചെയ്താൽ മതി. ഡേ ടൈമിൽ മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഹോം റെമഡീസ്, പിന്നെ വീക്കിലി നമ്മൾ ചുണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബിങ് ഒക്കെ ചെയ്യുക കേട്ടോ, 2 times ഒക്കെ. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാക്സിമം അതായത് ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ ഒരു പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക്കിൽ, മീൻസ് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ മീൻസ് നല്ല ഇൻഗ്രീഡിയൻസ് അല്ലാത്ത ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് വരും. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താലും പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ അതൊക്കെ ഫെയ്ഡ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഹോം റെമഡീസ് യൂസ് ചെയ്യുക സ്ഥിരം. അതായത് തേനാകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ജസ്റ്റ് ഇതേപോലത്തെ ഒരു ബോട്ടിലിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേറ്ററും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അടുത്തൊരു വേ എന്ന് വെച്ചാൽ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുക. അതിന് ബെസ്റ്റ് ലിപ് ബാം ഏതാണെന്ന് ഞാൻ ഒരു ലിപ് ബാം പറഞ്ഞുതരാം. ഡീകൺസ്ട്രക്റ്ററിൻ്റെ ഈ ഒരു ലിപ് ബാം നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന ഒരു ലിപ് ബാമാണ്. ഇതിൽ SPF കണ്ടൻറ്റ് വന്നിട്ടുള്ളത് SPF 30+ ആണ്. അതോടൊപ്പം തന്നെ ബോഡ് സ്പെക്ട്രം, അതായത് UV ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അടുത്തത് 1% വൈറ്റമിൻ C ഇൻക്ലൂഡ് ആണ്. സോ അതുകൊണ്ടിട്ടാണ് നമുക്ക് ഡാർക്കായിട്ടുള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ ഇല്ലേ, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റമിൻ C ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 199 രൂപയാണ്. ഇപ്പം നമുക്ക് ആമസോണിൽ 189 രൂപയ്ക്ക് ആ റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്, നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.